നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. 2020 ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ആഹ്ലാദത്തിന്റെ ആവേശ കൊടുമുടിയേറി മലയാളം. സഞ്ജു സാംസൺ ലോകകപ്പ് ടീമിൽ. വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തും ടീമിൽ ഇടം നേടി. രോഹിത് ശർമ്മ നയിക്കും. ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ. KL രാഹുലും റിങ്കു സിംഗും പുറത്ത്. ഋഷഭ് പന്തിനും യുസ്വേന്ദ്ര ചഹലിനും തിരിച്ചുവരവ്. ജൂൺ ആദ്യ വാരം മുതൽ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി മത്സരങ്ങൾ. സംസ്ഥാനത്ത് SSLC, THSLC പരീക്ഷാഫലം മെയ് 8-ന് പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 9-ന്. SSLC ഫലം പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുമ്പ്. പരീക്ഷ നടന്നത് മാർച്ച് 4 മുതൽ 25 വരെ. ഫലം കാത്തിരിക്കുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. THSLC പരീക്ഷ എഴുതിയത് 2,811 പേർ. പരീക്ഷ നടന്നത് ഗൾഫ്, ലക്ഷദ്വീപ് ഉൾപ്പെടെ 2,971 കേന്ദ്രങ്ങളിൽ. അവണൂർ ശാന്ത സ്കൂൾ ബസ് സ്റ്റോപ്പ് പരിസരത്ത് മരശിഖരം പൊട്ടി റോഡിലേക്ക് വീണു. 4 വൈദ്യുതി തൂണുകൾ തകർന്നു. പാതയോരത്ത് നിന്നിരുന്ന താണിമര ശിഖരമാണ് പൊട്ടി വീണത്. ഒഴിവായത് വൻ ദുരന്തം. മേഖലയിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും താറുമാറായി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പിൽ വല്ലാത്ത അനിശ്ചിതത്വം. ടെസ്റ്റ് മെയ് 1 മുതൽ കർശനമാക്കുമെന്ന അറിയിപ്പിനെ തുടർന്ന് ഭൂരിഭാഗം പേരും വിട്ടുനിൽക്കുന്നു. പരിഷ്കാരത്തിൽ വൻ പ്രതിഷേധം. CPM-ഉം കേരള കോൺഗ്രസ് ബിയും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക്. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 60 നിജപ്പെടുത്തി. പരിഷ്കാരങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് മന്ത്രി KB ഗണേഷ് കുമാർ. മെയ് 2 മുതൽ നടപ്പിലാക്കാനും തീരുമാനം. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് അടുത്തൊന്നും അറുതിയില്ല. മെയ് പകുതി വരെ ദക്ഷിണേന്ത്യയിലാകെ കടുത്ത ചൂട് തുടരും. വടക്കൻ കേരളത്തിലടക്കം 5 ദിവസം കൂടി ഉഷ്ണതരംഗ സാധ്യത. വ്യാപകമായ മഴയും പെയ്യാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുമെന്ന് വൈദ്യുതി വകുപ്പ്. നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയേറി. കഴിഞ്ഞ ദിവസം കാഞ്ഞാണിയിൽ നിന്ന് കാണാതായ അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പാലാഴി കാക്കമാട് പുഴയിൽ കണ്ടെത്തി. ഭർത്തൃ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ മണലൂർ സ്വദേശിനി 24 വയസ്സുള്ള കൃഷ്ണപ്രിയ, മകൾ 1.5 വയസ്സുകാരി പൂജിത എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. സമഗ്ര അന്വേഷണത്തിന് തുടക്കം. പെരുമ്പിലാവ് ചന്തയിൽ വിരണ്ടോടിയ പോത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരുക്ക്. കന്നുകാലി കച്ചവടത്തിനെത്തിയവർക്കാണ് പോത്തിന്റെ കുത്തേറ്റത്. കാട്ടകമ്പാൽ സ്വദേശി ഷെബ്ജീർ പോപ്പു, കീക്കര സ്വദേശി റഷീദ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിയ കയർ പിടിച്ച് വലിച്ചതാണ് പോത്തിന്റെ പ്രകോപനത്തിന് കാരണം. ഒഴിവായത് വൻ അപകടം. വീട്ടുകിണറ്റിൽ വീണ പാമ്പിനെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമത്തിനിടെ മോട്ടോറിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരൻ വെള്ളമില്ലാത്ത കിണറ്റിലേക്ക് തെറിച്ചു വീണു. കരിമത്ര സ്വദേശി അൻവർ ഷഹബാസാണ് 14 കോൽ താഴ്ചയുള്ള കിണറിൽ വീണത്. വടക്കാഞ്ചേരിയിൽ നിന്ന് അഗ്നിശമന സേന എത്തി രക്ഷപ്പെടുത്തി. ദുരന്തം ഒഴിഞ്ഞത് ഭാഗ്യം കൊണ്ട് മാത്രം. കരിവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് വീണ്ടും ED നോട്ടീസ്. മെയ് 1-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. ലോക തൊഴിലാളി ദിനത്തിൽ ഹാജരാകാനാവില്ലെന്ന് വർഗീസിന്റെ മറുപടി. തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന്
തെരഞ്ഞെടുപ്പ് കാലത്ത് പിൻവലിച്ച 1 കോടി രൂപ തിരിച്ചടയ്ക്കാൻ CPM. ആദായ നികുതി വകുപ്പ് അധികൃതരെ വിവരമറിയിച്ച് ബാങ്ക് അധികൃതർ. തിരിച്ചടയ്ക്കാമെന്ന് നിയമോപദേശം ലഭിച്ചതായി CPM. അവണൂർ തെക്കുംമുറിയിൽ വീടിനോട് ചേർന്ന വൈക്കോൽപ്പുരയിൽ അഗ്നിബാധ. കൊട്ടിലിങ്ങൽ ധർമാത്മജന്റെ വീടിനോട് ചേർന്ന വൈക്കോൽപ്പുരയാണ് കത്തിയമർന്നത്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി നാട്ടുകാരും അഗ്നിശമന സേനയും. തീ പൂർണ്ണമായും അണച്ചത് വടക്കാഞ്ചേരിയിൽ നിന്നടക്കം അഗ്നിശമന സേനയെത്തി. കുട്ടനെല്ലൂർ ബൈപ്പാസിൽ സർവീസ് റോഡിൽ നിയന്ത്രണം വിട്ട ബൈക്ക് റോഡിൽ മറിഞ്ഞ് അപകടവും ദുരന്തവും. റോഡിലേക്ക് തെറിച്ചു വീണ യുവാവിന്റെ തലയിലൂടെ KSRTC ബസ് കയറിയിറങ്ങി. ആഭരണ നിർമ്മാണ തൊഴിലാളിയായ കല്ലൂർ സ്വദേശി അരുൺ ദാസ് ആണ് ദുരന്തത്തിനിരയായത്. മണ്ണുത്തിയിൽ വീണ്ടും ലഹരി വേട്ട. എക്സൈസ് പരിശോധനയിൽ 12 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കുന്നംകുളം സ്വദേശി 22-കാരൻ ഷെമിൻ ഷെരീഫാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്ന് അധികൃതർ.